നിത്യത്തിൽ തുടങ്ങിയാൽ മതി. സ്ത്രീകൾക്ക് പ്രാധാന്യം പ്രാധാന്യം നിങ്ങളുടെ എത്ര സ്ത്രീകളുണ്ടെന്ന് ഒരാളല്ലേ? ദീപ്തിയോട് വിളിച്ചു വെച്ചിരുന്നു. ദീപ്തി അല്ല ഇവൻ രണ്ട് ലിവറൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നു. ആമുഖം പറയുന്നു. മറ്റു പശുവിന്റെ പോണത് ഞാനോ? നീ കറക്കണം പാട്ട് പാടും. പ്രക്രിയല്ലേ കവിത കവിത മതി. കവിത അടുത്തല്ലേ നമ്മൾ പാടി അഭിനയിച്ചോ. ഞാൻ പറയാ ഉള്ളിലേക്കാണ് ചെല്ലാം ഇവിടെ ഞങ്ങളുടെ പടം താനാര ഇന്നലെ റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങള് ഇന്നലെ മോളിൽ പോയി പടം കണ്ടു. സീനത്തിൽ കണ്ടു. അവിടെ നല്ല പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ 3 മാസമായിട്ട് കുട്ടിയെ കണ്ടു. മലയാള സിനിമയുടെ ആസ്വാദകൻ. അവൻ ഇങ്ങനെ മടിയിലോട്ട് ഇങ്ങനെ സ്ക്രീനിലൊക്കെ പടം കണ്ടോണ്ടിരിക്കുമ്പോൾ സന്തോഷം അല്ലേ? അവൻ ആദ്യത്തിലാണ് പടം. അതിന് വലിയ പടം കാണാൻ തുടങ്ങിയ പക്ഷെ ഒരു കരച്ചിലോ പ്രശ്നമോ ഒന്നുമില്ല. നമ്മുടെ പോലെ സ്വാഭാവിക. അതെങ്ങനെ സ്വാഭാവികമാണോ? അത് വളരെ സ്വാഭാവികമല്ലേ? അത് പറയേണ്ടത് ചൊവ്വ കത്താന്നല്ലേ ഞാൻ നേരത്തെ തോന്നുന്നു. സൗണ്ട് വരുന്നു തോന്നി. ഹലോ അത് അന്തേ വഴി വരുമ്പോ പറക്കാവും. നിങ്ങളെല്ലാരും പടമുണ്ടോ? താരോ കുറച്ചായിട്ട് ഇങ്ങനെ കണ്ടാൽ മതി. ഫസ്റ്റ് നല്ലത് കയറി കാണണമെന്നില്ല. അഭിപ്രായം കേട്ടിട്ട് നല്ലതാണെങ്കിൽ
അപ്പൊ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? കണ്ടവർക്ക് ചോദ്യങ്ങളുണ്ടോ? മൈക്ക് ശേഷം ആളുകൾ പറയുന്നത് ഒരു ഭയങ്കര ത്രൂ ഔട്ട് ഭയങ്കര സ്ട്രെസ്ഫുൾ അല്ലാത്തൊരു സിനിമ ഉണ്ടെന്ന്. അപ്പൊ ഷൂട്ടിന്റെ ഇടയ്ക്കും ഈ ഇത്തരം സിനിമകളിൽ ത്രില്ലറിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറ്. ഇതിന് മുന്നേ നമ്മുടെ കോമഡി പടമൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോ കോമഡി പടല്ലേ, പിന്നെ ആവേശം കോമഡി പടല്ലേ, ത്രൂ ഔട്ട് ഫൺ മാത്രമായിട്ടുള്ളതാണോ ഉദ്ദേശിച്ചത്? പണ്ടത്തെ പോലെ ഓക്കെ. കുറെ മറ്റേത് കുറച്ച് ത്രില്ലറും പരിപാടികളൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? കുറച്ച് ത്രില്ലിംഗ് പരിപാടികളാണ് നമ്മളെ സംബന്ധിച്ച്. എന്നെ സംബന്ധിച്ച് കുറച്ച് ത്രില്ലിംഗ് ആയിരുന്നു. ഈ പഠനം കണ്ടില്ലല്ലോ, പഠനം അതാണെന്ന് ചോദിച്ചിട്ടുണ്ടാവില്ലേ? കേട്ടു എന്നാണല്ലോ പറഞ്ഞല്ലേ? ഓക്കെ. ടിക്കറ്റ് എനിക്ക് എത്ര ടിക്കറ്റ് വേണം? വേണ്ടേ? ഒരെണ്ണം മതിയാ? ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് ഒന്നല്ലേ? ബോയ്ഫ്രണ്ടും ആരും ഫ്രണ്ട്സ് ഇല്ലേ? നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കണോ? എല്ലാവരും ഒറ്റയ്ക്കാണല്ലോ അല്ലേ? വരുമ്പോ പോവാം. അതിൻ്റെ ഇതിന് വേറെ ഷിപ്പ് ആ ഈ ഒറ്റയ്ക്കല്ലേ വന്നത്? ഓൺലൈൻ ശേഷം അമ്മേനെ പോലെ കൊടുത്തില്ലല്ലോ, കൊണ്ടുപോകില്ലല്ലോ. മൊബൈലല്ലേ ഇവിടെ വീടുണ്ടോ? കുറെ അതിനായിട്ടാണ് അവിടെ കണ്ടവരെന്താ പറഞ്ഞ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അവിടെ പടം ചെയ്യുന്നത്. കാരണം ഫുൾ, അതായത് ആ ഒരു വീടിന് ഉള്ളിലാണല്ലോ സംഭവം നടക്കുന്നത്. വലിയൊരു വീടിനകത്ത് ഫുൾ കോമഡി ആയിട്ടുള്ള പരിപാടി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഹ്യൂമറായിട്ട് സിഗ്നൽ വരുമെങ്കിലും ആക്ച്വലി അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കോമിക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ആയിട്ട്. ഇപ്പോൾ കല്യാണമാണെങ്കിലും തെക്കാശോട്ടനാണെങ്കിലും അല്ലേ, പറഞ്ഞോ ഇതൊക്കെ കാണുന്നുണ്ടോ? തെക്കാശോട്ടനോ? എന്നിട്ട് തിയോ ഓക്കെ ഓക്കെ ബഫറി. പിന്നെ എടുത്താണ് മൈക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ അപ്പോഴേക്ക് രാഷ്ട്രീയത്തിൽ നടക്കുന്ന അവിഹിതത്തിനെ കുറിച്ചല്ല പറയുന്നത്, നമുക്കിടയിൽ നടക്കുന്ന അവിഹിതങ്ങളെ കുറിച്ചാണ്. MLA ആണെന്ന് വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതി ആവണ്ടേ? അതുകൊണ്ട് അത് അവിടെ മാത്രമാണോ നടക്കണത്? കാണാം. ഇന്ന് ജനിച്ച കൊച്ചുങ്ങളെ പോലെ എന്റെ മുന്നിൽ ഇരിക്കരുത്. ഇങ്ങനെ ജീൻസ് ഷർട്ട് ഇട്ടിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോ കമ്മീഷൻ വന്നു സിനിമ വീട് മാത്രം അങ്ങനെയുണ്ട് വിശ്വസിക്കാൻ. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഉട്ടോപ്പിയ ആണാ? ഇതിന് മാധ്യമപ്രവർത്തനല്ലേ? അപ്പൊ അങ്ങനെ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാൻ പാടുള്ളൂ ഇല്ലല്ലോ. ഒന്നും അറിയാത്തവരല്ലല്ലോ, എല്ലാവരും ഇങ്ങോട്ട് അറിയാത്തവരെ പോലെ സംസാരിക്കും. അപ്പൊ ഇതില് രാഷ്ട്രീയത്തിൽ നടക്കുന്ന അറിയുന്നതിനെ കുറിച്ചല്ല സിനിമ, നമുക്കിടയിൽ നടക്കുന്ന നമ്മളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സമൂഹത്തിൽ നടക്കുന്നതിനെ കുറിച്ചാണ്. അതിനെ കുറിച്ച് നമ്മളൊരു കഥയായിട്ട് പറയുന്നു എന്നുള്ളൂ, ഇതിവിടെ നടക്കുന്നു പറയുന്നില്ല. എന്താ അങ്ങനെയാണെങ്കിൽ ലൈവിൽ ആരാണ് വില്ലൻ? ഞാനല്ലേ? ഞാൻ പത്രപ്രവർത്തകനല്ലേ? അത് അവിടെ അങ്ങനെ ലൈവ് നടക്കുന്ന കഥയാണത്. ഇതൊക്കെ നമ്മുടെ മണ്ണിലും ഭൂമിയിലും നടക്കുന്നതല്ലേ? അങ്ങനെയല്ല പറഞ്ഞു. പൊളിറ്റിക്സിൽ നടക്കണമെന്നല്ല ചോദിച്ചത്. ആണെന്ന് മാത്രം, അതിൽ നടക്കുന്നോ അല്ലെങ്കിൽ അതിൽ മാത്രം നടക്കുന്ന പരിപാടിയൊന്നല്ല. അത് ആ സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിട്ട് ആക്കിയിട്ടുള്ളതല്ലേ? നല്ലതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷനെ അല്ലെങ്കിൽ ഒരു വ്യക്തികളെ അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് നല്ലതൊന്നും ആ കഥയ്ക്ക് അത് അങ്ങനെയായി വരുമ്പോഴാണ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോഴാണ് അതിനെ കേട്ടിട്ടില്ലേ ഡൽഹി വേഴ്സസ് ഓപ്പൺ ഷോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കണ്ടിരുന്നോ അവിടെ? രണ്ടു തവണ ഒരു ഗ്രൂപ്പിനെ കണ്ടു. എങ്ങനെയുണ്ട് പടം?
ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ രണ്ടുപേരും പാടി വേറെ പാട്ട് കിട്ടില്ല. അതിൽ അജീഷേ ഓക്കെ പാടി പാട്ടല്ലേ? അതാണ് പാടി പാട്ടാണ്. ഗോപി സുന്ദരാണോ മ്യൂസിക്? പാട്ടുകളും ഗോപി സുന്ദരാണോ? പാട്ടുകൾ ഗോപി സുന്ദരനാണ്. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്. ചേട്ടാ ഇവിടെ ഇതിനോടൊപ്പം ഇത്രത്തോളം ത്രൂഔട്ട് ഒരു ക്യാരക്ടർ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ഷൂട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിന്റെ ഔട്ട് കണ്ടപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ അതെങ്ങനെയാണ്? നമ്മൾ ഷൂട്ട് ചെയ്യാൻ അത്യാവശ്യം പറഞ്ഞ ഇത്തിരി പാടായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. ആര് ശരിക്കും പാടുപെട്ടത് ഷൂട്ട് ചെയ്തത്? എല്ലാരും പാടുണ്ട്. എല്ലാ പണിയും പാടുള്ള പണി തന്നെയാണ്. ഞാൻ പറഞ്ഞത് അതൊരു ഫണ്ണായിട്ട് പറഞ്ഞാണ്. അപ്പൊ ഞാൻ വേറൊരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിരുന്നത് ഈ പൂളിൽ വീഴുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഒരു കഥയുടെ ഒരു ഘട്ടത്തിൽ ഒറ്റ രാത്രി നടക്കുന്ന സംഭവമാണ് സിനിമയില്. പൂളിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആ കഥയിൽ മൊത്തം നനഞ്ഞിട്ടുള്ള കോസ്റ്റ്യൂമിലാണ്. അപ്പൊ ഷൈൻചേട്ടൻ എപ്പോഴാണ് വന്നെ പോണെന്ന് ഒരു പിടിയില്ലാതെ നിൽക്കുന്ന സമയം വന്നു. അപ്പൊ ഷൈൻചേട്ടൻ വന്നിട്ട് പൂളിൽ വീഴാന്ന് ഞാൻ പറഞ്ഞു, അല്ല മുങ്ങി നിൽക്കാന്ന് പറഞ്ഞു. കാരണം അല്ലെങ്കിൽ അത്രയും നിറം നനഞ്ഞോ. ഷൈൻചേട്ടൻ ഇറങ്ങി വന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പൂളിൽ മുങ്ങി കയറിയപ്പോഴത്തേക്ക് ഷൈൻചേട്ടനെ കാണാനില്ല. അപ്പൊ എവിടെയെന്ന് വെച്ചപ്പോ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയി പറഞ്ഞു. കുറച്ചേരം കാത്തിരുന്നു. പിന്നെ തലയൊക്കെ തുറത്ത് വെയിറ്റ് ചെയ്യാണ്. നോക്കുമ്പോ പാലയെന്ന് പുള്ളി എറണാകുളത്ത് വന്നേക്കാം അടി എന്ന് പറഞ്ഞ പടം റിലീസായിരുന്നു. നോക്കുമ്പോ വനിതാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓർമ്മയുണ്ട്. അങ്ങനെ അപ്പൊ അങ്ങനത്തെ ചില കോമഡികളൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ടിന്. 7 മണി പറഞ്ഞാൽ കറക്റ്റ് 7 മണിക്ക് തന്നെ വരും. പിറ്റേ ദിവസം 7 മണിക്ക് തന്നെ വരും. നിങ്ങൾ രണ്ടുപേരാണെങ്കിലും ഷൈൻചേട്ടനാണെങ്കിലും ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു, ചേട്ടനാണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നു. അപ്പൊ എന്നിട്ട് രണ്ടുപേരും ഒരേ സിനിമയിലേക്ക് വീണ്ടും ഞാൻ അപ്പോയിന്റ് ഓർക്കുമ്പോൾ അഭിനയിക്കാൻ ഒരു ക്യാരക്ടർ ആനവാലി വെച്ചിട്ട് ശരികുമാറിന്റെ അടുത്ത് ഉണ്ടാവണം. ഓർമ്മയുണ്ടോ? അതാണ് ഫസ്റ്റ് പടം. എന്റെ വീടെ ഫസ്റ്റ് പടം. അല്ല ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അങ്ങനെ പോയിട്ടില്ല. എന്നാലും അപ്പൊ എന്റെ വിചാരം ഞാൻ എന്തോ ആക്ടറാണെന്നാണ്. കുറച്ചെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവും അതൊക്കെ ജൂനിയേഴ്സിന് കൊടുക്കുന്ന ചെറിയ ചെറിയ റോളുകൾ തന്നെ. ഓ അതിൽ മണിച്ചേട്ടന്റെ ചെറുപ്പമായിട്ട് അന്ന് നിങ്ങൾ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അന്ന് പറഞ്ഞ പോലെ ഞാൻ ആ ഒരു സീനിന് വേണ്ടിയാണ് രാപ്പോയില് ചെന്ന് അഭിനയിച്ചിട്ട് വരുന്നത്. മമ്മൂക്കയുടെയും സലിമാന്റെയും കൂടെയുള്ള കോമ്പിനേഷനാണ്. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ ഷൈനെ എനിക്കന്ന് പരിചയമൊന്നുമില്ല. കുറെ നാളിന് ശേഷം ഒരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോഴാണ് ഞാൻ ഷൈറ്റോ നിൽക്കണം ഓർത്തിട്ട് ഞാനിങ്ങനെ ചിരിച്ചാ പുള്ളി എടോ എനിക്ക് തന്നെ പണ്ട് അറിയാം. താൻ പണ്ട് രാപ്പോയില് അഭിനയിക്കുമ്പോ ഞാൻ സെലക്ടറിൽ എന്ന് പറയുമ്പോഴാണ് ഞാൻ ദൈവമേ ഈ പുള്ളിയൊക്കെ എന്നെ അന്ന് നോട്ട് ചെയ്തിട്ടുണ്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത്യാവശ്യം നമുക്ക് ആൾക്കാരെ കണ്ടാൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അത് ഓർമ്മയിൽ നിൽക്കും. കഴിയുന്നത് മനഃപൂർവ്വം മറക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ അന്ന് നോട്ട് ചെയ്ത ഒരാളുടെ കൂടെ ഈ ഒരു പണം ഫുള്ള് അഭിനയിച്ചപ്പോൾ അതെങ്ങനെയാണ്? ആ വ്യക്തി ഇപ്പൊ സംവിധായകനും എഴുത്തുകാരനും കൂടിയാണ്. ചാൻസ് വരില്ല. ചാൻസ് വരില്ല. ചിലപ്പോ അതിനുമ്പ് ഡേറ്റ് ചോദിക്കട്ടെ പുള്ളിയുടെ. പുള്ളി ഇപ്പൊ പടം ചെയ്തിട്ടുള്ള ആരോഗ്യ പടം തന്നെ എനിക്ക് അഭിനയിച്ചു. അപ്പൊ തന്നെ നമുക്ക് കുറെ പ്രതീക്ഷകളൊന്നും ഈ എഴുത്തുകാരൻ അഭിനയിക്കാൻ അതിൽ 3 താരങ്ങൾ, പിന്നെ പുള്ളി, പിന്നെ ദുൽഖർ, പിന്നെ അടുത്ത കൂടുതൽ അത് വെടിക്കെട്ട്. അത് കഴിഞ്ഞിട്ടുള്ള അതില ഞാൻ ഉണ്ടാവും. ദിവസത്തിലും കൂടിയ ഡയലോഗത്തിൽ കുറെ ഉണ്ടാവും. നമ്മുടെ പടത്തിന് വേറെ പ്രത്യേകതകളുണ്ട്. ഷൈൻചേട്ടൻ ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി ഡബ് ചെയ്തിട്ടുള്ള പടം കൂടിയാണ്. സ്ഥലത്ത് MLA പൊളിറ്റീഷ്യൻ അല്ലേ, അവര് വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളായിരിക്കും.
എല്ലാവർക്കും ആ വ്യക്തതയുടെ ആവശ്യമില്ല. അല്ലേ? ശരി. പലരും ഈ സൗണ്ട് ഡയലോഗ് ഡെലിവറി പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിൽ ഓരോ ക്യാരക്ടറിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടായിരിക്കണം സൗണ്ടിലും. അല്ലാതെ വേഷത്തിന് മാത്രം വ്യത്യാസം ഉണ്ടായിട്ടും സ്വഭാവത്തിന് മാത്രം വ്യത്യാസം ഉണ്ടായിട്ടും പിന്നെ വ്യക്തമായിട്ട് എല്ലാവർക്കും ഒരേപോലെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സൗണ്ടിലും ആ വ്യത്യാസം വരണ്ടേ? സംസാരത്തിലും നമ്മുടെ ഇടയിലുള്ള എല്ലാവരും വ്യക്തമായിട്ടാണ് സംസാരിക്കുന്നത്. ആണോ? കൃത്യതയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് അല്ലല്ലോ? ക്യാരക്ടേഴ്സിന് എല്ലാവർക്കും വ്യത്യാസങ്ങളുണ്ടായി. അവര് മെയിനായിട്ട് കുമാരിത്ത വരണം. കുമാരിത്തായ ആളുകളോട് സംസാരിക്കുക അത് ഭയങ്കര ഉള്ളുവലിഞ്ഞ ഒരാളാണ്. മനസ്സിലായോ? ആദ്യമായിട്ട് കുമാരിനോട് സംസാരിക്കണം. അപ്പോ ആ വ്യക്തതയല്ലേ അയാൾക്ക് ഉണ്ടാവുള്ളൂ. അയാൾ ഉള്ളുന്ന സംസാരിക്കണം, അല്ലാതെ ചുണ്ടുന്ന ആവുമ്പോൾ കിട്ടിയിട്ടല്ല. സ്ഥിരമായി സംസാരിച്ച് ആ വ്യക്തത വരുള്ളൂ. അക്ഷരസ്ഫുടത. അയാൾ അല്ലെങ്കിൽ മലയാളം വിദ്വാനല്ല, ഭയങ്കര കൃത്യമായി സംസാരിക്കാൻ. കഴിഞ്ഞ സിനിമ നിങ്ങൾ ഈ രാഷ്ട്രീയ ആരാ വെടിവെക്കുന്നത്? ഞാൻ വെടിവെക്കുന്നില്ല പടത്തില്. ഞാൻ വെച്ച വെടിയല്ല. അതാണ് പറഞ്ഞത്. കാണുമ്പോഴും കേൾക്കുമ്പോഴും വ്യക്തത ഉണ്ടായിരുന്നു. തീർത്തി വെച്ച വെടി. അത് അതിനു മുന്നേ ബാംഗ്ലൂർ റൈഫിൾ ക്ലബിൽ നിന്ന് ഏറ്റവും നല്ല വെടിവെപ്പുകാരനുള്ള ഗോൾഡ് മെഡൽ വാങ്ങിയതാണ്. അത് അവിടെ ഞാൻ വെടിവെക്കുന്നില്ല. വെടിവെക്കുന്നതാണോ? നീ എങ്ങനെ ഓടിയാലും ഞാൻ എന്റെ വെടിവെക്കുന്നില്ല. തല വെടിവെച്ചിടുന്നു. വെടിവെച്ചിട്ടില്ല. ഇങ്ങനെയാണ് നിങ്ങള് ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണമെങ്കിൽ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളൊന്നും അറിയേണ്ടി പറ്റില്ല. അതെ, ആ പടത്തിൽ ഞാൻ വെടിവെക്കുന്നില്ല. തോക്കെടുത്ത് കൈപിടിച്ചോളൂ. വെടിവെച്ചത് ദീപ്തിയാ. അതാണ് സോഫയെ കൊള്ളുന്നത്. ഇറ്റലിയിൽ നിന്ന് വാങ്ങിയ സോഫ. എന്താണ് മനസ്സിലായി. ഭീമന്റെ വഴി കണ്ടവര് ഇപ്പൊ പടം കാണാത്തവരെ സംബന്ധിച്ചിടത്തോളം ഭീമന്റെ വഴിയിൽ കണ്ട ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള റോള് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ താനാരയിലേക്ക് വരുമ്പോ ശരിക്കും അങ്ങനെ വ്യത്യസ്തതയുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യസ്തതയൊന്നും ഇല്ല. പക്ഷെ എന്താ പറയാ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് കോമഡി ഉടനീളം ഉള്ള ഒരു സിനിമയില് കോമഡി ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് എനിക്കുള്ളത്. അത് എനിക്ക് വലിയ വ്യത്യാസമാണ്. അവർക്ക് വ്യത്യാസമാണെന്ന് എനിക്കറിയില്ല. അത് കണ്ടിട്ടില്ല. കാണാത്തവർക്ക് വേണ്ടിട്ട്, അതായത് പ്രതീക്ഷിച്ച് വരുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഹാൻഡിൽ ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ വേറെ പടങ്ങളില്. ഇതുവരെ ചിന്നുവിനെ നമ്മൾ കണ്ടിട്ടില്ല. ചിന്നുവിൽ നിന്ന് അങ്ങനെ എക്സ്പെക്ട് ചെയ്യില്ലാത്തൊരു ക്യാരക്ടറാണ് ഇതില്. കണ്ടിട്ടുണ്ടോ? പിന്നെ ഇന്ദ്രപ്രസ്ഥ കണ്ടിട്ടുണ്ടോ? ഇന്ദ്രപ്രസ്ഥ അന്ന് 9 മണിക്ക് അന്ന് ഇന്റർനെറ്റ് ഒക്കെ ആദ്യമായിട്ട് വരുന്നല്ലേ മോർഫിംഗ്. ഇന്ദ്രപ്രസ്ഥ സിമ്രാൻ ആദ്യമായിട്ട് സിമ്രാന്റെ ആദ്യത്തെ പടം മലയാളത്തിലല്ല, ആദ്യ വഴികൾ പടത്തില് ഏതാണെന്ന് അറിയോ? പടത്തിന്റെ ആദ്യ പടമല്ലോ സിമ്രാന്റെ. അതിനൊക്കെ തമിഴിലൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കെട്ടിയ വീട്ടിൽ പോയി അല്ലേ പെണ്ണ്.
പ്രതീക്ഷിച്ചോ? അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കും ഇല്ല അങ്ങനത്തെ സിനിമ വേണ്ടി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കുറെ സിനിമകളിൽ ഷൈൻചേട്ടന്റെ കഥാപാത്രങ്ങളൊക്കെ ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ്, അതുപോലെ തന്നെ ഇപ്പം വൈറൽ, അതായത് ഒരു ആൾക്കാർക്ക് പെട്ടെന്ന്, അതായത് കുറച്ചൊരു ഞരമ്പ് രോഗികൾക്ക് കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് അത്. ഇപ്പൊ വിവേകാനന്ദൻ വൈറലാണ്, അതുപോലെ നമ്മുടെ ഇപ്പൊ ഈ സിനിമയും ആ ഒരു ചെറിയ തരത്തിൽ ഉണ്ടെന്ന് പറയുന്നു. ചെറിയ താനാരല്ല കൂടുതലായിട്ട് അങ്ങനെയുള്ള കൺസെപ്റ്റ്, ഒരു കഥ ഇങ്ങനെ വരുന്നത് കൂടുതലായിട്ട് സമൂഹത്തിൽ എനിക്ക് മാത്രം ഉണ്ടാവുന്നതല്ല. അല്ല ഷൈൻചേട്ടൻ കൂടുതലായിട്ട് ആ ടൈപ്പ് കഥ എടുക്കുന്നതുകൊണ്ടുള്ള എനിക്ക് കുറച്ച് ഞരമ്പ് കൂടുതലാ. നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് തീരെ ഇല്ലാത്തത് കൊണ്ടാണല്ലോ നിങ്ങളെ ഭൂമി ജനിച്ചതും ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ ഞരമ്പ് രോഗം എന്ന് പറയുന്നത് പുറത്തുള്ളവർ പറയണതല്ലേ, ഞാൻ ആരെങ്കിലും ഉപദ്രവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ അത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനത്തെ കഥകൾ വരുന്നതും. ഞാനൊരു കാര്യമാണ്, നാട്ടിലെ ഭേദമന്യേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം പറയുന്നത് മൂഡ് ഇങ്ങനെ കാണിക്കുന്ന ഡാൻസ്, ആ സ്റ്റെപ്പാണ്. അതുപോലെ അശ്ലീലമായിട്ടുള്ള ഒരു സാധനമല്ലേ ആക്ച്വലി ആ സീക്വൻസ്. എല്ലാവരും എൻജോയ് ചെയ്തതാ അല്ലേ? ഈ പുറത്തുള്ളവരാണെങ്കിലും എന്താണെങ്കിലും. ഞാൻ എൻ്റെ തിയേറ്റർ അനുഭവങ്ങളില് ഈ ദ്വയാർത്ഥങ്ങൾ അല്ലെങ്കിൽ അശ്ലീലമായിട്ടുള്ളത് പദപ്രയോഗങ്ങൾ ഫണ്ണി ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഉള്ളൊരു സംഭവം, അത് അങ്ങോട്ട് കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല. അല്ലേ? അപ്പൊ അങ്ങനത്തെ കഥകളും അങ്ങനത്തെ കഥാപാത്രങ്ങളും വരുമ്പോൾ ഇങ്ങനത്തെ ചോദ്യം വരേണ്ട കാര്യം എന്താ? അപ്പൊ എന്തായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചത് ആ ചോദ്യം കൊണ്ട്? കൂടുതലായിട്ട് അങ്ങനെ കഥാപാത്രങ്ങൾ വരുന്നതിന്റെ കാരണം അങ്ങനെ കൂടുതലായിട്ട് അത് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം. ചോദിക്കാൻ സ്കൂളാക്കിയതിനായിട്ട് ചോദിക്കും അല്ലേ? അല്ലേ? ഷൈൻചേട്ടൻ ഇപ്പം എല്ലാവരും മോസ്റ്റ് റിലേറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് മമ്മൂക്കയുടെ ബസൂക്ക. അതിന്റെ ടീസർ പുറത്ത് വന്നപ്പോൾ തന്നെ അത് സംതിങ് ഡിഫറെന്റ് അല്ലെങ്കിൽ പുതിയ എന്തോ സംഭവമാണെന്ന രീതിയിൽ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി അതിന്റെ കഥ എനിക്ക് ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുന്നു. അല്ല, ടീസറിൽ നമ്മൾ ഷൈൻചേട്ടനെ ശരിക്കും നമുക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ടീസറിലില്ല, അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. പടത്തിലുണ്ടോ? വ്യത്യസ്തമായിട്ടുള്ളൊരു ഷൈൻ ടോൺ ചാക്കോയെ നമുക്ക് കാണാൻ. ഞാൻ തന്നെ എന്റെ കണ്ണും മാറ്റി കാലിന്റെ സ്ഥലത്ത് കൈ വെച്ചിട്ട് അതുകൊണ്ട് ചെയ്യണം. ഭയങ്കര വ്യത്യസ്തമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആ ഫിലിം തന്നെ കുറച്ച് മെയിൻ ഞാൻ കുറച്ചോളൂ, വളരെ കുറച്ചോളൂ അല്ലേ? വളരെ കുറച്ചോളൂ. ഞാനൊരു ക്യാരക്ടറൊന്നും അങ്ങനെ മുഴുവൻ ചെയ്തില്ല. മമ്മൂക്ക എങ്ങനെയായിരിക്കും എങ്ങനെയുണ്ട്? ടീച്ചറിൽ മമ്മൂക്ക ഇല്ലായിരുന്നോ? അതിൽ എങ്ങനെ വ്യത്യാസം ഉണ്ടായിരുന്നു? അപ്പൊ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും പുറത്ത്. ദേവര അപ്ഡേറ്റ് അതിന്റെ ക്ലൈമാക്സും പുറത്തു വിടാനായിട്ടുണ്ട്. രാവിലെ ഒന്നും പറയാൻ പാടില്ലാന്നുണ്ടല്ലോ അതിനെ പറ്റിയിട്ട്. പേരെങ്കിലും പറയാം പ്ലീസ്. പാട്ടൊക്കെ പുറത്തു വന്നതാണ്. പാട്ട് കണ്ടിരുന്നോ? ടാറ്റ സാറിന്റെ അസിസ്റ്റന്റ് സാറിന്റെ അവർ പടം കണ്ടോ? സാർ എവിടെ നിന്നാണ്? ഇപ്പൊ സാമൂഹികപരമായിട്ട് എല്ലാ പ്രശ്നങ്ങളിലും ഷൈൻചേട്ടന്റെ ഒരു പ്രസന്റ് ഉണ്ടാവാറുണ്ട്. അതായത് സംസ്ഥാനത്തില് വൈറൽ കണ്ടന്റുകൾ വരികയും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ കത്തി നിൽക്കുന്ന വിഷയത്തില് ഹേമ കമ്മിറ്റി വിഷയം, നമ്മുടെ വയനാട് അത് വെള്ളമല്ലേ? വെള്ളം പറ്റിയ ആൾക്കാരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എത്രയോ ആൾക്കാരെ ഉള്ളിപ്പെട്ടു. അവിടെ മരിച്ചവർക്ക് വീട് ആർക്കും തെറ്റായിട്ടില്ല, കാര്യങ്ങളൊന്നും തെറ്റായിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും നിങ്ങൾക്ക് വേറെ കത്തിപ്പിടിക്കുന്ന വിഷയമാണ് ബാക്കിയുള്ളവരുടെ ഈ മഴ ഇരിക്കാവുന്ന കഥകൾ അല്ലെ? അതിന്റെ പിന്നാലെ കാണുമ്പോ കത്തിപ്പിടുത്തം. ഒന്നെങ്കിൽ
അല്ലെങ്കിൽ അത് സംസാരിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും നമുക്ക് ഉണ്ടായോണ്ടേ. നമുക്ക് മാത്രം ഇല്ലാത്തതും അവർക്ക് മാത്രം ഉള്ളതായിട്ടുള്ള കാര്യമല്ലല്ലോ, അല്ലേ? അത് ഒരൊറ്റ പ്രൊഫഷണലിന് മാത്രമുള്ള കാര്യമാണോ? അല്ലല്ലോ, അല്ല. പക്ഷേ ഈ എന്നാലും ആരാന്റെ അമ്മയ്ക്ക് കണ്ടിരിക്കുന്നത് കാണാൻ നല്ല ചെല്ലാന്നുള്ള പറഞ്ഞ പോലെ അല്ലേ? അതിനേക്കാളും വലിയ വിഷയമായിട്ടാണ് അത് തോന്നാറ്. ആണാ? സിനിമയിലാകുമ്പോ എല്ലാവർക്കും കുറച്ചും കൂടി ഒരു അറിയാനൊരു ആഗ്രഹം, ബാക്കിയുള്ളവർ നാലാൾ അറിയുന്ന ആൾക്കാരാകുമ്പോ അത് പറയാനും സംസാരിക്കാനും കുറച്ചും കൂടി വലിയ വിഷയവും അല്ലേ? അല്ലാതെ ഇത് അതിൽ മാത്രമുള്ള കാര്യമാണെങ്കിൽ ഞാൻ സംസാരിക്കും. ആണോ? സിനിമയിൽ മാത്രമുള്ള കാര്യമാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഏത് കമ്മീഷനാണെങ്കിലും അല്ലല്ലോ. നമ്മുടെ സൊസൈറ്റിയിലും ഈ കേരളത്തിലും ഈ ഇന്ത്യയിലും ഈ ഭൂമിയിലുള്ള കാര്യമല്ലേ, അല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമല്ലോ. അല്ല, അതിലൂടെ കഴിഞ്ഞ ദിവസം ഷൈജാന്റെ ഒരു പ്രതികരണം നടത്തിയായിരുന്നു. അതായത് ഒരു കൈവീശി ഒന്ന് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ പെൺകുട്ടി ശരിക്കും ആൺകുട്ടികൾക്ക് അത്ര ധൈര്യമുള്ളൂ അല്ലേ? ഇവിടെ ഇക്കണ്ട ആൺകുട്ടികൾക്ക് ഇടയിൽ പെൺകുട്ടി ഇരിക്കണമെങ്കിൽ ആ പെൺകുട്ടിക്ക് ധൈര്യമില്ലേ? ഇക്കണ്ട പെൺകുട്ടികൾക്ക് ആൺകുട്ടി പോയിട്ട് ഇരിക്കുമോ? ഞാൻ ഇരിക്കില്ല, എനിക്ക് എവിടെയാണ്? അവരൊന്നും ചെയ്തിട്ടല്ല, നമുക്ക് അതിനുള്ള കട്ടില്ല. അപ്പൊ ഈ പെൺകുട്ടി ഇവിടെ നിങ്ങളോട് ഇരിക്കുന്നുണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിലും എല്ലാ പെൺകുട്ടികളും എവിടെയാണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും പെൺകുട്ടികൾ കുറവാ അല്ലേ? പെൺകുട്ടികൾ വരണ്ടാവും നമ്മൾ പറയില്ല, അവർ വരുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. പെൺകുട്ടികളുമായി സഹപ്രവർത്തിക്കണം. അത് സ്കൂളിൽ എല്ലാ സ്കൂളും മിക്സഡ് ആകണമെന്ന് പറയുന്നത് അതില്ലാത്തത് കൊണ്ടും നമ്മളെ ആൺകുട്ടി പെൺകുട്ടി വേർതിരിച്ചിരുത്തുന്നത് കൊണ്ടും ചെറുപ്പം മുതലേ പെൺകുട്ടികളോട് സംസാരിച്ച് ഇടപഴകി എന്ന് പറയുന്നത് കൊണ്ടുമാണ് ഒരു അവസരം വരുമ്പോഴും അല്ലെങ്കിൽ അവന് അധിപനാവുമ്പോഴും എന്തിന് അതിനെ അറിയാൻ ശ്രമിക്കുന്നത് അല്ലേ? ഇത് ആൺകുട്ടി പെൺകുട്ടി രണ്ട് വ്യക്തികൾ അല്ലേ? ചെറുപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ പ്രശ്നമില്ലല്ലോ. അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും പെരുമാറുമ്പോഴും നമുക്കത് കാണുമ്പോഴുള്ള ചൂരൽ വഴി നമ്മൾ അറിഞ്ഞൊക്കെ കാഴ്ചക്കാരൻ കണ്ണിലാണ് പ്രശ്നം, മനസ്സിലാണ് അതൊക്കെ പ്രശ്നങ്ങൾ കൂടുതൽ അല്ലേ? അപ്പൊ കമ്മീഷന്റെ ആവശ്യമില്ല. ആണിന് പെണ്ണിനെ അറിയാം, പെണ്ണിന് ആണിനെ അറിയാം. ഇത് ആണിന് പെണ്ണിനെ നോക്കാൻ പാടില്ല, പെണ്ണ് ആണിനെ നോക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പാടില്ല എന്ന് പറഞ്ഞില്ല. ഒരാൾ ആദ്യം തന്നെ ചെയ്തു നോക്കുക. അങ്ങനെയല്ല, നീ ആ പഴം തിന്നരുതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പഴം തിന്നു. ആണോ? ആ പഴത്തിനെ പറ്റി പറയാതിരുന്നെങ്കിലോ? പഴം തിന്നിരുന്നോ? ഇതൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നമ്മുടെ ഇടയിൽ ആരും ഉണ്ടെങ്കിൽ തന്നെ പറയില്ല. കാരണം എന്താ? നമ്മൾ പറയാൻ പാടുമോ? ഇതെങ്ങനെ മാറ്റാമെന്നുള്ള വിചാരിച്ചിട്ടോ ഇതൊന്നും ഇനി ഒരിക്കലും ഒരാൾക്കാർ ബാധിക്കരുതോ മോശമായിട്ട് പോകരുതോ എന്ന് വിചാരിച്ചിട്ടല്ല ഇതിനൊന്നും ഇവരെതിർക്കുന്നതും കത്തി രോഷാകുലരാകുന്നതും അല്ലേ? ഇത് വീണ്ടും ഉണ്ടാവണം, ഇതിൽ കൂടുതൽ ഉണ്ടാവണം വിചാരിച്ചിട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഡ്രഗ്സിന്റെ കേസാണെങ്കിലും ഡ്രഗ്സ് ഉണ്ടാവാതിരിക്കാൻ ഭരിക്കുന്നവരെ പിടിച്ചിട്ട് കാര്യണ്ട. ഇതിന്റെ ഒക്കെ ഉത്ഭവത്തിൽ പോയി പിടിക്കണ്ടേ? അത് പിടിക്കാനുള്ള ആർക്കാ ധൈര്യം? ആർക്കെങ്കിലും നിങ്ങൾക്കുണ്ടല്ലോ പിടിക്കാൻ ധൈര്യം? എന്നിട്ട് ഈ വരുന്ന പിള്ളേരെ പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കുവോ? നിൽക്കണം താല്പര്യത്തോട് കൂടിയിട്ടാണ് ചെയ്യണമെങ്കിൽ അതല്ല ചെയ്യേണ്ടത്. ഇനിയിപ്പോ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ തീരണമെങ്കിൽ അത് എവിടെ നിന്ന് തുടങ്ങണം? ഇനിയുള്ളത് കുട്ടികളിൽ നിന്ന് തുടങ്ങണമെന്നത് അവർക്ക് ഇനി കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എന്താണ് സ്ത്രീ, എന്താണ് പുരുഷൻ, എന്താണ് അവരുടെ അവയവങ്ങൾ, എന്താണ് അവരുടെ പരിപാടികൾ, എന്തൊക്കെയാണ്, ഇതെന്താണ് സെക്സ്. What is sex? Who is talking about sex here now? Nobody is talking about sex. ഒരാൾ ഒരു കളി ഉണ്ടെങ്കിൽ കളി മുടക്കാൻ വേണ്ടി നാളെ ആൾക്കാരൊക്കെ നമുക്ക് അപ്പോൾ നമ്മൾ ചിരിച്ചു. ഞാൻ ഇതിലും ഡയറക്റ്റായിട്ട് പറയാൻ പറ്റാത്ത കാരണമാണ് നിങ്ങളെ മുതലിൽ ഇക്കാലിക്കാൻ അറിയാത്തവരും കളി നടത്താൻ അറിയാത്തവരും ഉള്ള കഴപ്പ് അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ തന്നെയാണ്. അതിന് വേണ്ട വിധത്തിൽ മറ്റൊരാൾക്ക് ഇഷ്ടമാണെങ്കിൽ, അയാൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ, അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സന്തോഷത്തോടുകൂടി ചെയ്യുന്നതാണ് നിങ്ങൾക്കും സന്തോഷം അല്ലേ? പക്ഷെ ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ രണ്ടുപേര് ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പം സിനിമ മേഖലയിൽ മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും ഇങ്ങനെ രണ്ടുപേര് തമ്മിൽ അടുക്കുകയും പിന്നീട് ശരീരബന്ധം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇവര് അതൊരു പീഡനമാക്കി അതാണല്ലോ ഇവിടുത്തെ മെയിൻ അല്ലേ? അതെന്താ അങ്ങനെ വരുന്നത്? അതും എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതല്ല. എപ്പോഴും നമ്മൾ സെക്സിന് വേണ്ടി മാത്രം ചെയ്യുക, മറ്റൊന്നിനും വേണ്ടി ചെയ്യാതിരിക്കുക. അത് പണത്തിനാണെങ്കിലും പവറിനാണെങ്കിലും സ്ഥാനത്തിനാണെങ്കിലും അല്ലേ?
അത് കൊടുക്കുന്നവനും വാങ്ങുന്നവനാണെങ്കിലും സെക്സ് എപ്പോഴും സെക്സിന് വേണ്ടി മാത്രം ചെയ്യുക. എന്തും അത് എന്തിനു വേണ്ടി മാത്രം ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവനത് നഷ്ടപ്പെടുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് തോന്നും അങ്ങനെ ചെയ്തു പോയതിനെ കുറിച്ച് നിങ്ങൾക്ക് പോകുന്ന തെറ്റായിപ്പോയി എന്നത് തെറ്റാണ്. തെറ്റല്ലാത്ത രീതിയിൽ അതിന് വേണ്ടി ചെയ്യുക. അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഒരാളെ മാത്രം കല്ലെറിയാൻ പറ്റില്ല, ഒരു മാവിലേക്ക് മാത്രം. വെറുതെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം കുറ്റപ്പെടുത്തരുത്. ഒരിക്കലും നമ്മൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള സംസാരം പ്രശ്നക്കാരിയുമാണ് നമ്മുടെ ചർച്ച അല്ലേ? ഒരു എനർജിയെ കുറിച്ചുള്ള സംസാരത്തിൽ ആരെ കുറിച്ചാണ് കൂടുതൽ വന്ന പേര്? ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടില്. അതെ, ഏത് പ്രശ്നത്തെ നമ്മൾ ഇല്ലാതാക്കാനാണ് ശ്രമമെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഹെൽത്തി ഡിസ്കഷൻസ്. പ്രശ്നകാരിനെയല്ല മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ആരാ നമുക്കറിയാമോ ഏത് ഡിപ്പാർട്ട്മെന്റ്? സർക്കാരിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ അവർ വർക്ക് ചെയ്യണം? 4 വർഷം മുന്നേ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത ഹേമ കമ്മീഷൻ? എന്ന് പറഞ്ഞ വ്യക്തി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് സർക്കാരിൽ വർക്ക് ചെയ്യുന്നത് അറിയോ? എന്തുവേണം സർക്കാർ കമ്മീഷനെ ഏർപ്പാട് വയ്ക്കുന്നത്? ഇവിടെ സ്ത്രീയാണോ? അത് ഏത് മേഖലയിൽ വർക്ക് ചെയ്യണം സ്ത്രീയാണെന്ന് അറിയോ? അറിയില്ല. പിന്നെ ചോദിക്കാൻ പറ്റില്ല ഹേമ കമ്മീഷനെ കുറിച്ചല്ലോ. ഒരു കാര്യം വ്യക്തമായി പഠിക്കാതെ ചോദിക്കാൻ പറഞ്ഞില്ലേ? നിങ്ങൾ ഒന്നിനെങ്കിലും ചെറുപ്പക്കാരല്ലേ, ഇവർ പറയണ ബാക്കിയുള്ള ഭാഗമൊന്നും കേൾക്കണ്ട. അറ്റ്ലീസ്റ്റ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടില്ലേ കുറെ ആൾക്കാര്? പഠിച്ചിട്ട് പറയാൻ IAS അല്ലേ? അറിയോ? IAS ആണായിരുന്നോ? ആ പിന്നെന്തായിരുന്നു? അവരേത് ഉദ്യോഗസ്ഥയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഹൈക്കോടതിയിലെ എത്ര പേർക്ക് അറിയായിരുന്നു? പിന്നെന്തൊക്കെ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അറിയോ? റിട്ടയർഡ് കേരള ഹൈക്കോടതിയിലെ അവരെ ഇതുവരെ പഠിച്ചിട്ടുണ്ട് അറിയോ? അവർ വേറെ ഏതൊരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? സാധാരണക്കാരുടെ ഡെയിലി ജീവിച്ചിട്ടുണ്ടോ? വർക്ക് ചെയ്തിട്ടുണ്ടോ? എന്താ പറഞ്ഞു അങ്ങോട്ടോ? ഗൂഗിളൊക്കെ തപ്പിക്കോ. ഗൂഗിൾ തപ്പിട്ടും കിട്ടുന്നില്ലേ? ഞാൻ ഒരു കമ്മീഷൻ അപ്പുറത്തേക്ക് കിട്ടെ ഒരു അന്വേഷണം നടത്തി എന്ന് പറയുന്നു. അപ്പൊ അമ്മയിലുള്ള അംഗമാണ് ഷൈൻചേട്ടൻ. അപ്പൊ ഷൈൻചേട്ടന്റെ അടുത്ത് അങ്ങനെ ഒരു അന്വേഷണം അമ്മയും സംഘടനയിലുള്ള അവരെന്ന് പറയുന്നത് 99% ആളുകളടുത്തും ഇത്തരത്തിൽ അന്വേഷണമായിട്ട് വന്നിട്ടില്ല. അപ്പൊ അത്തരത്തിൽ ആർക്കും അന്വേഷിക്കാതെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കേണ്ട എന്റെ മക്കളെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അല്ലേ? ഇതൊക്കെ ശരിക്കും റിപ്പോർട്ട് വായിച്ചു ഇന്നലെ ഉച്ച വരെ വായിക്കും റിപ്പോർട്ട് എവിടെയും എല്ലാവർക്കും വരുന്നുണ്ട്. ആരൊക്കെ വായിച്ചു കഴിഞ്ഞു? പകുതി വായിച്ചോണ്ടിരിക്കും. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരിക്കുന്നത്? മോശമായിട്ട് പറഞ്ഞ ആരും വായിച്ചത് മോശമായി പറഞ്ഞത് പുറത്തു വന്നിട്ടില്ല. മോശമായി പറഞ്ഞൊന്നും പുറത്തു വന്നിട്ടില്ല അറിയാം. അതൊക്കെ ഐഡിയ വെച്ചിരിക്കുന്ന കൃത്യമായിട്ട് ഒരു പേര് പറയാതെ ഇന്ന സംഭവങ്ങൾ മാത്രം ഉണ്ടെന്ന് പറയുന്നത് അത് ശരിയായ സംഭവത്തിൽ നടത്തിട്ടുണ്ടെന്നൊക്കെ ഉറപ്പുണ്ടോ? അവരാരുടെയും പേര് പറയാതെ റിപ്പോർട്ട് ഉണ്ടാക്കി അവരോട് പോയി ചോദിക്കുക ആരൊക്കെ പേര് അവർ മറച്ചു വെച്ചിരിക്കണേ.
ചെയ്തിട്ടുണ്ട് എന്റെ മക്കളെ. ഷൈൻചേട്ടൻ അമ്മയിലെ ഒരു മെമ്പറാണ്. അതുകൊണ്ട് അമ്മ സംഘടന എന്നാണ് പറയുന്നത്. സോറി ക്ഷമിച്ചിരിക്കണം. എവിടെയാണ് വരുന്നത്? ഹേമ കമ്മീഷനെ കുറിച്ചാണ്. എവിടെയല്ലേ പറയുന്നു? പ്ലീസ്. യെസ്. ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അയ്യോ ഞാൻ ഇപ്പൊ തന്നെ വന്നു. വൺ normal question, then this question. I can't talk like you, Chaka. ഹേമ കമ്മീഷൻ ഈ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അമ്മ സംഘടനയിലുള്ള അപ്പം ആരുടെ പ്രത്യേകിച്ച് ആരുടെ പേര് പറയാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും വിചാരിക്കാറില്ല ഇപ്പൊ ആരൊക്കെയാണെങ്കിൽ തന്നെ പറ്റിയിട്ടുണ്ടോ? ഒരു നിർബന്ധമില്ലല്ലോ. ഇവിടെ സ്ത്രീ ഡയറക്ടേഴ്സും ഇല്ലേ, സ്ത്രീ ആക്ടേഴ്സും ഇല്ലേ? അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യങ്ങളല്ലത് അല്ലേ? ഇത് ആണുങ്ങൾ മാത്രം ചെയ്യുന്ന കാര്യമാണോ? ആണാ? ആണും പെണ്ണും അടങ്ങിയ സമൂഹമല്ലേ? എല്ലാ വ്യക്തികളാണ്, എല്ലാ ആണും പെണ്ണും അടങ്ങിയതല്ലേ? ഇതിപ്പോ ആണുങ്ങളല്ലേ ആണുങ്ങളെ പെട്ട് തീർന്നല്ലേ? ഞങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ? വെറുപ്പിക്കുന്നു അല്ലേ ഉള്ളൂ. സ്ത്രീകൾക്ക് നല്ലൊരു തൊഴിൽ ഉറപ്പാക്കാൻ വേണ്ടിട്ട് ചോദിക്കുന്നതല്ലല്ലോ. നിങ്ങൾക്ക് കുറച്ച് വ്യൂസ് വേണമെന്നുള്ളതുകൊണ്ടല്ലേ. ആ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് എന്തുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, നിങ്ങൾ ആരും വായിച്ചിട്ടില്ല. അതെന്താണ് ഒരു പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുണ്ട്. പക്ഷേ ആ കമ്മിറ്റി കൊണ്ട് ഈ സിനിമാ മേഖലയ്ക്കോ അല്ലെങ്കിൽ സിനിമയിൽ ഈ ഭാവിയിലെ തലമുറയ്ക്കോ നമ്മുടെ സമൂഹത്തിലുണ്ടോ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നതിനകത്തൊരു റിപ്പോർട്ട് തന്നെയാണ്. റിപ്പോർട്ട് തന്നെയാണ്. ഇത് മാറ്റാൻ വേണ്ടിയിട്ടുമല്ല. പക്ഷെ ഞങ്ങൾ ഒരു ചോദിക്കുന്നത് കാര്യം, ഈ ഹേമ കമ്മീഷന് എത്ര പെൺസുഹൃത്തുക്കളാണെന്ന് ചോദിച്ചില്ല. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതലുള്ളത് ആൺസുഹൃത്തുക്കളാണ്. പറയാൻ പറ്റില്ല. എന്റെ സുഹൃത്തുക്കൾ, എന്റെ പെൺസുഹൃത്തുക്കൾക്ക് കൂടുതലുള്ളത് ആൺസുഹൃത്തുക്കൾ അല്ലേ? നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വേർതിരിവ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടോ? വർക്ക് ചെയ്യുന്ന സമയത്ത് സ്ത്രീകളായതുകൊണ്ട് അവർക്ക് വേണ്ട, അവർക്ക് കാണാം, ഞങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് നല്ല മൂവി തരാൻ തന്നെ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ. എന്നോടാണ് ചോദിക്കുന്നത്. അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറയാമല്ലോ. ഇപ്പൊ ഇവര് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചോദിച്ചപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നു. ഇത് നമ്മൾ വേർതിരിച്ച് ചോദിക്കുന്ന കാര്യമല്ല. ഇതങ്ങനെ കൊടുക്കാത്ത സ്ഥലങ്ങളിൽ അതങ്ങനെ കൊടുക്കപ്പെടണം, എല്ലാവർക്കും തുല്യത. അപ്പൊ ആൺ പെൺ വ്യത്യാസം ഇല്ല ഞങ്ങൾക്കിടയിൽ വർക്ക് ചെയ്ത സമയത്ത്. ആക്ച്വലി മനസ്സിലായ അങ്ങനെ വ്യത്യാസമുള്ള ആളുകളും വ്യത്യസ്ത പെരുമാറുന്ന ആളുകളും ഉണ്ടായിരിക്കാം, ഉണ്ട്. അത് സിനിമയിൽ മാത്രമല്ല. ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷയിലുണ്ട് ഇല്ലേ, കയറുന്ന ബസ്സിലുണ്ട്, പോകുന്ന ബാങ്കിലുണ്ട്, ഹോസ്പിറ്റലിലുണ്ട്, സ്കൂളിലുണ്ട് ഇല്ലേ? എല്ലാവർക്കിടയിലുണ്ട്. ബസ്സിൽ നിന്ന് ജാക്കി വെക്കുന്ന പരിപാടികൾ കേട്ടിട്ടില്ലേ? അത്ഭുതം വെക്കുന്ന കേട്ടിട്ടില്ലേ? ആദ്യം പീഡനങ്ങളൊക്കെ തുടങ്ങുന്നത് എവിടെയാ അല്ലേ? ബസ് കമ്മീഷൻ നടക്കുക. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ളിടത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളുള്ളിടത്ത് ഇതെന്താണ് പരിപാടി എന്ന് കറക്റ്റായിട്ട് അറിയാത്തവർക്ക് ഇടയിലുണ്ട്. ഇത്രയും പറഞ്ഞില്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? നമ്മളിത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങാം. ആദ്യം അറ്റ്ലീസ്റ്റ് എന്താണ് ലൈംഗികത? ലൈംഗികത മാത്രമാണ് ഇതിന്റെ പ്രശ്നം, അല്ലാതെ പിന്നെ ഏതാണ് ഇതിന്റെയൊക്കെ മൂലമായിട്ടുള്ള കാര്യം? ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ? ഇതിന്റെ മെയിൻ വിഷയം ലൈംഗികതയാണോ? ലൈംഗികമായിട്ടല്ലാതെ പിന്നെ ലൈംഗികത മാത്രമായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറെ മെയിനായിട്ട് മാധ്യമങ്ങൾ തന്നെ പെരുപ്പിച്ച് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് അതിനകത്തൊരു ഭാഗം തൊഴിലിടങ്ങളിൽ ആണിനും പെണ്ണിനും ഒരേപോലെ വർക്ക് ചെയ്യാനും അവിടെ പെർഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതിന് ചിലവര് കടിഞ്ഞാടിടുന്നുള്ള അല്ല വരാറില്ല. പക്ഷെ അതാണ് മെയിൻ പ്രശ്നം അവിടുത്തെ. നമ്മുടെ ഇൻഡസ്ട്രിയില് പെൺകുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പെൺകുട്ടികൾ തന്നെ ചെയ്യണം. ഭാര്യയായിട്ട് അണ്ണച്ച് അഭിനയിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ഒരു പെണ്ണിനോട് വരണ്ടാന്ന് പറയോ? പറയൂടാ
ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട്? ഇതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികളുണ്ട് ഞങ്ങളുടെ സിനിമയില്. ഇവിടെ തന്നെ ഉണ്ട് രണ്ട് പെണ്ണുങ്ങളും. ഈ ചോദിച്ച അങ്ങോട്ട് ചോദിക്കും. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇല്ല ആര് പറഞ്ഞോ? അതൊന്നും ഇല്ലെങ്കിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവം, അല്ലെങ്കിൽ അത് അവരുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അവരുടെ സെറ്റിൽ നടന്ന പരിപാടിയായിരിക്കും. നമ്മുടെ രാജ്യത്ത് എത്ര വീടുകൾക്ക് മറ്റു പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയ വീടുകളുണ്ടായിരുന്നു രാജ്യത്ത്? നമ്മുടെ കേരളം ഒഴിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട? ഇപ്പൊ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവരെങ്ങനെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ട? ഇവിടെ ഏത് ഇമായിട്ടാണ് ബാത്റൂം സ്ത്രീകൾക്ക് കൊടുക്കാതിരിക്കുന്നത്? കുറെ ഉണ്ട്, അത് ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്യാറില്ല. അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തികള് അവരെ പോണ വീട്ടിലും അവര് പോണ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയായിരിക്കും പെരുമാറുന്നത്. അത് സിനിമാകാരൻ മാത്രമായിട്ടുള്ള പ്രശ്നമല്ല. ഞാൻ സ്കൂളിൽ അങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ പെൺകുട്ടികളുടെ പിന്നെ നമ്മുടെ ഈ ഇൻസ്റ്റ പോസ്റ്റ് തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിലെ പെൺകുട്ടികൾക്ക് എത്ര മോശമായിട്ടാണ് കമന്റ് വരുന്നത്. ഇല്ലേ ഇല്ലേ? അവിടെ തൊട്ട് ആ കമന്റ് ഇടുന്നതിൽ ഏതെങ്കിലും സിനിമക്കാരുണ്ടാവും ഉണ്ടാവും. നിങ്ങൾക്കിടയിലുള്ള ആളുകളും അതിന്റെ പ്രേക്ഷകരും ഫോളോവേഴ്സും ആയിട്ടുള്ള ചെറുപ്പക്കാരും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് തന്നെയല്ലേ പോസ്റ്റ് ഇടുന്ന. ഈ നിങ്ങളുടെ ക്യാപ്ഷൻസ് എങ്ങനെയാ? ലൈംഗികമാണോ? സ്ത്രീയെ കുറ്റപ്പെടുന്ന രീതിയിലുള്ളതാണോ? ഈ സ്ത്രീയെ literally you rape a lot of girls by writings. ഇല്ലേ? എന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുക ഇപ്പോഴത്തെ ചെറിയ പിള്ളേർ നമ്മുടെ നാട് വളർന്നു വരുന്നുണ്ടല്ലോ. കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് അറിയട്ടോ. അത് കൊച്ചിനൊക്കെ അറിയില്ലേ? ഇവരൊക്കെ ദീപ്തിക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഇതിന്റെ ശേഷം ഞാൻ എന്താ പറയാൻ എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ ഡെഫിനറ്റ്ലി കുറേ കാര്യങ്ങളുണ്ട് പ്രോപ്പറായിട്ട്. ഇഫ് നമുക്ക് എക്സാക്ട് എവിഡൻസസ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്ര സെൻസിറ്റീവ് ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എ ഗേൾ ഓർ എ ഗായ്, ഇറ്റ്സ് അബൌട്ട് എൻ ഇൻഡിവിജ്വൽ ആൻഡ് ദിയർ റൈറ്റ്സ്. ആൻഡ് എസ്പെഷ്യലി ഫോർ വിമൻ we definitely need a safe environment 100%. And what Shine Chetta said is right. It is not only about this industry. Ella industry le a girl should be able to at least be safe and say worst come worst case. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്. മേ ബി വി നെസസറി ഇല്ലല്ലോ നമുക്ക് നല്ല ആളും. വി ഓൺലി മീറ്റ് ഗുഡ് പീപ്പിൾ, വി ക്യാൻ മീറ്റ് ബാഡ് പീപ്പിൾ. സോ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു നമ്മുടെ സ്റ്റാൻഡ് വെക്കാനുള്ള ഒരു സ്പേസ് വേണം. We should be able to tell people that yes, this is something that is going wrong, and adinte shesham there should be some action if somebody is guilty. You know, എനിക്ക് പ്രോപ്പർ മലയാളത്തിൽ പറയാൻ മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത്. പക്ഷേ it is not about a girl. Even if I feel a guy, something is happening to a guy also, something wrong is happening, he should have the right to say that this is wrong. നമുക്ക് അങ്ങനെ ഒരു സ്പേസ് വേണം. ആൻഡ് എസ്പെഷ്യലി ഫോർ എ ഗേൾ വി ഡെഫിനറ്റ്ലി നീഡ് എ സ്പേസ് അങ്ങനെ. സോ അത് എൻ്റെ അഭിപ്രായമാണ്. പക്ഷേ എക്സാക്ട്ലി ഹേമ കമ്മിറ്റിയിൽ ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്. ആൻഡ് ഞാനിപ്പോൾ അമ്മ അസോസിയേഷൻ്റെ ഐ തിങ്ക് ഐ എം ദ മോസ്റ്റ് പുതിയ എന്താ പറയുക ജോയിനി. സോ ഓണസ്റ്റ്ലി എനിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാനില്ല. Because I don't want to say anything wrong. Adu nallilla, because it's a very sensitive topic. But I just feel that if there is anything wrong happening, not only in our industry, any industry, namukku oru space venam to say if it's wrong, we should be able to complain and get justice. Athru. ഷൈൻ ചേട്ടാ, ഈ സാറ്റലൈറ്റ് മീഡിയ മനഃപൂർവ്വം മലയാള സിനിമയെ നശിപ്പിക്കാൻ നോക്കുകയാണ്. സാറ്റലൈറ്റ് മീഡിയാസേ അല്ല, ഇതിപ്പോ ഈ ഒരു പ്രശ്നം തുടങ്ങിയ സമയത്ത് ഏത് വർഷം സാറ്റലൈറ്റ് ആദ്യം വരുന്നതെന്ന് അറിയോ? അങ്ങനെ ഏത് വർഷം വരുന്നതെന്ന് അറിയോ സാറ്റലൈറ്റ്? അല്ല, അതിന്റെ ഡീറ്റെയിൽ എനിക്കറിയില്ല. അറിയില്ല. 92 രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം 91 രാജീവ് ഗാന്ധി മരിക്കണം അല്ലേ? അറിയോ? രാജീവ് ഗാന്ധി അറിയോ? പ്രധാനമന്ത്രി പോകുമ്പോ 91
അതിനുശേഷം 92, 93 ആയിട്ടാണ് ഏഷ്യാനെറ്റ് ആദ്യം വരണം. അതിന് ദൂരദർശനം ഉണ്ടായിരുന്നു. മനസ്സിലായ ദിവസത്തിൽ 1 മണിക്കൂർ മലയാള വാർത്ത കാണിക്കും. അതിനുശേഷം ഏഷ്യാനെറ്റ് വന്നു. ഏഷ്യാനെറ്റ് വന്നപ്പോൾ ആദ്യം കാണിച്ചിരുന്ന പരിപാടികൾ എന്താണെന്ന് അറിയോ? മലയാള സിനിമ വരണം. ഒരു ദിവസം 2 നേരം കാണിക്കും. പിന്നെ മലയാള പാട്ടുകൾ, സിനിമ പാട്ടുകൾ. ഏഷ്യാനെറ്റ്. ഞാൻ 83 ചേട്ടാ ഒരു മിനിറ്റ്, ചോദ്യം ഇതാണ്, ഈ മീഡിയ അതിനെ മലയാള സിനിമ അതാ ഞാൻ പറഞ്ഞത്. ഈ മീഡിയ ഈ 98 ഏഷ്യാനെറ്റ് പോലുള്ള മീഡിയ എന്നല്ലേ പറഞ്ഞത്. അതെ അതെ ഇതൊക്കെ കണ്ടന്റ് മെറ്റീരിയൽസ് വേഗം ഉണ്ടാക്കണ. ആദ്യം ഇത് തുടങ്ങിയപ്പോഴാണ് മലയാള സിനിമയിലെ പാട്ടും മലയാള സിനിമയും. മലയാള സിനിമ അറിയോ? ഏത് വർഷമാണ് ആദ്യം? 54. അപ്പൊ അതിന്റെ ബാലൻ സ്വാതന്ത്ര്യത്തിന് മുന്നേ ആണോ? അതെ സാറ്റലൈറ്റ് ചാനലാണോ ആദ്യം ഉണ്ടായത്? മലയാള സിനിമയാണോ ആദ്യം ഉണ്ടായത്? സിനിമയാണോ ആദ്യം ഉണ്ടായത്? അന്ന് TV പോലും ഇല്ല നമ്മുടെ പഞ്ചായത്തിൽ വരണം. അല്ല മലയാള സിനിമയെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് തന്നെ ടാർഗറ്റ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും അത്. കാരണം ഒന്നുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇരിക്കും മുമ്പ് വെട്ടണ്ട. അതില് കേടുകളോ പാടുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ്. അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് കൊന്നിട്ട് ഇവരെന്ത് ചെയ്യാൻ? അതാണോ ഇപ്പൊ നടക്കുന്നത്? അതാണ് നടക്കുന്നത്. നടക്കുന്നെങ്കിൽ എനിക്ക് അവരോട് പറഞ്ഞു മനസ്സിലാക്കുന്നില്ല. പൊട്ടത്തരൊന്നും ചെയ്യില്ല. വെടികളായ മണ്ടന്മാരായിരുന്നു. ചാനൽ മലയാള സിനിമയെ തകർക്കാൻ പോകുന്ന എനിക്ക് സംശയത്തിലെ വീഡിയോയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്. എന്നിട്ട് ഇവര് എന്ത് വെച്ചിട്ട് ചെയ്യും? ബാക്കി ഈ 24 മണിക്കൂർ എല്ലാ ഞാനും വാർത്ത കാണിക്കും. മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ടുള്ളൂ. 4 മണിക്കൂർ കാണിച്ചിരുന്ന വാർത്ത 24 മണിക്കൂർ എന്നിട്ട് എല്ലാ ഞാനും കാണിക്കും. എത്ര കാലം ആൾക്കാർ കുറ്റം പറയും. നമുക്ക് താഴെ പിള്ളേരൊന്നും കേട്ടിരിക്കില്ല. നമ്മളതിൽ പഠിച്ചതുകൊണ്ട് മാത്രം നോക്കി കേട്ടിരിക്കണം. ചേട്ടാ അത്രയ്ക്ക് അതം പതിച്ചോ മലയാള സിനിമ? അത്രയ്ക്ക് അതം പതിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഭാഗത്തൊക്കെ സിനിമയല്ല മൊത്തം. അങ്ങനെയാണല്ലോ അതിൽ എഴുതിയിട്ടുള്ളത്. ഇത് നോക്കണ കാരണം പറഞ്ഞൊന്നും ഡ്രസ്സുമാറുണ്ട്. നോക്കണ അതിന്റെ ഡ്രസ്സുമാറാണ്. ഈ ക്യാമറയും കൊണ്ട് വരില്ലേ ഇതിന്റെ അടിക്ക്. അല്ലാതെ പിന്നെ എന്താ ചെയ്യാ? മറന്നു ഡ്രസ്സുമാറുണ്ടേ. എടോ കുളിക്കുന്നവൻ അയച്ചിട്ട് നിന്നിട്ടാ നഗ്നനായി നിന്നുകൊണ്ടാ കുളിക്കണ. നിങ്ങൾ വേണമെങ്കിൽ ക്യാപ്ഷൻ എഴുതും. അത് ഒഴിഞ്ഞു നോക്കണം. അല്ല പ്രശ്നം. അയാൾ അയച്ചിട്ട് കുളിക്കണമെന്നാ പ്രശ്നം. ആണാ അപ്പൊ അങ്ങനെ ഇടാൻ പറ്റൂല. എങ്ങനെ ഇടാൻ പറ്റില്ല? അങ്ങനെ വളകരായിട്ട് എന്ത് അങ്ങനത്തെ ക്യാപ്ഷൻ ഒന്നും ഇപ്പൊ ഇടാൻ പറ്റില്ല പറയാം. അതുകൊണ്ടാണ് ഇടാത്തല്ല. ഏത് അത്യാവശ്യം കിട്ടാനുള്ളൂ. അല്ല അങ്ങനെയാണോ? റിപ്പോർട്ടിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ അങ്ങനെയായിരിക്കും. അവരുടെ ഭാഗത്തൊക്കെ തന്നെയായിരിക്കും. മലയാളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യയിലുള്ളത്. ഇവിടെ നിന്നിട്ട് ആർക്കും ഡ്രസ്സ് മാറുന്ന സ്ഥലം കൊടുക്കാതൊന്നുമില്ല. ഡ്രസ്സ് മാറാൻ സ്ഥലം കൊടുക്കാത്തുണ്ടെങ്കിൽ അവിടെ കയറാൻ പോകാത്ത സ്ഥലമായിരിക്കും. അതൊക്കെയാണ് അതിൽ എഴുതി പിടിപ്പിച്ചത്. അതിലൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും നീ കാണിക്കാ ഏടാതെ. ഇവിടെ കയറാൻ പറഞ്ഞാൽ തന്നെ ആൾക്കാർ റോഡിൽ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അത് ചിലപ്പോൾ സാരിയുടെ മറയിൽ നിന്നിട്ട് പെൺകുട്ടികളുടെ ഡ്രസ്സ് മാറിയിട്ടുള്ളത്. ഞാനൊക്കെ ഇപ്പോഴും ഡ്രസ്സ് മാറും റോഡിൽ നിന്നിട്ട്. ഒരു മുണ്ടുണ്ടെങ്കിൽ മതി ആണ് ഡ്രസ്സ് മാറാൻ പറ്റുമോ? പറ്റും. ഇവിടെ റോഡിൽ തന്നെ മുതൽ നിങ്ങൾ ആണുങ്ങളൊക്കെ മുണ്ട് നോക്കിയിരിക്കും ഇല്ലേ? അങ്ങനെ ചെയ്താലും പ്രശ്നമില്ലെന്നാണോ പറയുന്നത്? അങ്ങനെ ചെയ്താലും പ്രശ്നമില്ലെന്നല്ല. ചില സമയങ്ങളിൽ നമുക്ക് അത്ര സൗകര്യങ്ങളെ കിട്ടുള്ളൂ. അവിടേക്കൊന്നും വണ്ടി പോലും പോവില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുറത്തുനിന്ന് ഡ്രസ്സ് മാറേണ്ടി വരും. അപ്പോൾ മറ പിടിച്ച് മാറുന്നത് കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആരെങ്കിലൊക്കെ നോക്കി ക്യാമറ എടുക്കുന്നുണ്ടായിരിക്കും. ഇതിപ്പോ ക്യാമറ ഇല്ലാത്ത കാലത്ത് ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ല. ആരും ഫോട്ടോ എടുക്കില്ലല്ലോ. ഇന്നിപ്പോ എന്തെങ്കിലും കണ്ട അന്ന് സൂം ചെയ്ത് വെച്ച് എടുക്കില്ലൊക്കെ. ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തെ ഇട്ടൊരു വസ്ത്രം ധരിച്ചു. അത്യാവശ്യം എല്ലാം മറക്കേണ്ട വാളൊക്കെ മറച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ പെട്ടെന്ന് ഫോട്ടോ എടുത്തിരിക്കുക. എന്നിട്ട് പറയാ എന്ത് വസ്ത്രധാരണം മറക്കുന്നു. അവൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തതല്ല പ്രശ്നം. എന്ത് മോശപ്പെട്ട വസ്ത്രധാരണമാണെന്ന്. അതാ ഞാൻ പറഞ്ഞേ. Someone who is bathing inside the bathroom and they are saying, "Oh, he is naked." Who is exactly doing wrong? The bathroom guy? അപ്പൊ അതിൽ എഴുതിയ കാര്യങ്ങളല്ല. അപ്പൊ നമ്മളത് വിലയിരുത്തുന്നതാണ്. അല്ല അത് നമ്മൾ വിലയിരുത്തുന്നതാണ്. പഠിച്ച് 24 മണിക്കൂർ വാർത്തകളിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. അതാ പറഞ്ഞ 24 മണിക്കൂർ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കണം. സിനിമ കാണണം. അതൊന്നും സത്യമല്ല. 24 മണിക്കൂർ വാർത്തകളുണ്ട്.
പുള്ളി. മനസ്സിലായോ? പിന്നെ സിനിമകൾ കാണണോ? നിങ്ങളങ്ങനെ ഇഷ്ടം കണ്ടാ മതി. അല്ലെങ്കിൽ ഈ വല്ല മറയും നോക്കി പോയിക്കോ. വേറെ ഡ്രസ് മറന്നോ അല്ലെങ്കിൽ ഈ അതൊക്കെ ചോദിച്ചു ഇതൊക്കെ എന്തിനു ചൂട്ടാന്ന് പറയുമോ? ഓനെന്താ പറഞ്ഞു? ഓനെ കാണുന്നില്ലല്ലോ ആരും. ഞാൻ ഇരുന്ന് പറയണതല്ലേ. ഞാൻ ചോദിച്ചതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. ചോദിച്ചതിലൊരു തെറ്റുണ്ട്. ഏതാണ് തെറ്റ്? ഏത് മറയില്ലാത്ത മരത്തിന്റെ മറയില്ലാത്ത മരത്തിന്റെ മറയില്ലാത്ത തെറ്റ് പുറത്ത് വന്ന റിപ്പോർട്ടിൽ അതാണ്. പുറത്ത് വന്ന റിപ്പോർട്ടല്ലേ കണ്ടിട്ടുള്ളൂ. നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചോദിക്കുള്ളൂ. മലയാള സിനിമകൾ അങ്ങനത്തെയാണല്ലോ വരുന്നത്. അങ്ങനത്തെയാണ് വരുന്നത് വെച്ചിട്ട് അത് നടക്കുന്നതുണ്ടോ? ചാനലുകൾ വരുന്നത് നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്താണല്ലോ. നീ ഇപ്പൊ പറയുന്നതാണെങ്കിൽ ഒരു പെണ്ണിനെ പറ്റിയുള്ള മോശം പരിപാടിയല്ലേ പറഞ്ഞിരിക്കണേ? അത് കേൾക്കും, അത് പറയുമ്പോ അനക്കുള്ള സുഖവും, അത് കേൾക്കുമ്പോൾ ഇത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോഴും സുഖമല്ലേ? എല്ലാ പെൺകുട്ടിക്കും മറയുണ്ടാക്കി കൊടുക്കുമ്പോണ്ടേ പെൺകുട്ടികൾക്ക് ഡ്രസ് പെൺകുട്ടി ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും എന്താണെങ്കിലും തെറ്റിന്റെ മറയുന്ന ഡ്രസ് മാറിയ കാര്യം ചോദിക്കേണ്ട കാര്യം എന്റെ അടുത്ത്. അതെന്താ കാര്യം? അതായത് ഷൈൻ ചേട്ടൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് എല്ലാ സിനിമയിലും വർക്ക് ചെയ്യുന്ന ആളാണ്. അല്ല, ഈ ഒരു മാധ്യമത്തിൽ വർക്ക് ചെയ്യണം. ഈ ഏഷ്യാനെറ്റിലും മാതൃഭൂമിയിലും മനോരമയിലും കാര്യം പറയാൻ പറ്റും. അത് ചെയ്യണ കാര്യം പറ്റുമോ? ഈ കണ്ടിട്ടുണ്ടോ? അവിടെ കേറിയിട്ടുണ്ടോ? ഒരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യണ എല്ലാ സിനിമയിലും നടക്കുന്ന കാര്യങ്ങളെങ്കിലും ഞാൻ പറയാം. ഒരു പഞ്ചായത്ത് നമ്പർ എല്ലാ പഞ്ചായത്തിലും കാര്യങ്ങൾ വരും. ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കണ്ടാ പോരെ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കാൻ പാടില്ല എന്നാണല്ലോ നമ്മളൊക്കെ പറയണത്, അല്ലേ? ചേട്ടാ, ഒരു നടിക്ക് ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? നമ്മളല്ല തീരുമാനിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കാം. ഒരു നടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് എടുത്താൽ മതിയാന്ന് ചോദിക്കുന്നത്. ഏതാ സ്റ്റാൻഡ്? അതായത് ഇപ്പൊ അവര് പുറത്ത് പറ, സ്റ്റാൻഡ് പറയും. നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു ഉൾപ്പില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞത്. എനിക്ക് ഉൾപ്പുണ്ട് കാണിക്കാം. ഇത് കാണിക്കണോണ്ട് എനിക്ക് ഉൾപ്പുണ്ടായിട്ടല്ല. എനിക്കുണ്ടല്ലോ കുറച്ച് മാന്യത. നിങ്ങളിപ്പോ ക്യാമറ ഉപയോഗിച്ച് കൊടുക്കോ? ഇല്ല, ഇത് ഞാൻ കാട്ടുന്നില്ല. എന്റെ ഡയലോഗി നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ലേ? ഇതൊക്കെ പോകാൻ ഷൂട്ട് ചെയ്തു. 24 മണിക്കൂർ നിങ്ങൾ ക്യാമറ വെച്ച് പിന്നാലെ നടക്കുന്നത് എനിക്കറിയാം. ഒരാളുടെ ഡ്രസ്സ് മാത്രമല്ല അയാളെ നഗ്നരാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം. തൊലി വീരിയാണ് വാർത്തകൾ കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുമെന്ന് പറയാം. പക്ഷെ ഇതൊക്കെ ഇല്ലാതെയാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലേക്കും ഇങ്ങനിലേക്കും ഇറങ്ങിച്ചെല്ലപ്പോഴേ പഠനത്തെ കുറിച്ചുള്ള എന്തെങ്കിലും വാർത്തകൾ എനിക്ക് ഇനി അറിയണ്ട. ഇന്നലെ നമ്മുടെ പടം ഒരു സ്ട്രെസ് ഫ്രീ പടമാണ്. സ്ട്രെസ് ഫ്രീ പടം ചേട്ടാ. അതുകൊണ്ട് നമുക്ക് സ്ട്രെസ് ഫ്രീ ആവാം, അതാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഐ എം വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. നമുക്ക് നല്ല റിപ്പോർട്ട്സ് കിട്ടി. ഫൺ റൈഡ് ആണ്, സ്ട്രെസ് ഫ്രീ ആണ്, നോ ടെൻഷൻ, നോ പ്രോബ്ലം. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും പോയിട്ട് കണ്ടിട്ടുണ്ടോ? ഡിഡ് യു വാച്ച്? ഇല്ല, പ്ലീസ് ഗോ വാച്ച് നമ്മുടെ പടം. എന്റെ ക്യാരക്ടർ. താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ പടം. താങ്ക് യു. പാട്ടാണ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത്. ദീപ്തി പാടിയ പാട്ട് ആരാ പാടിയത്? I started, പക്ഷേ ഞാൻ ശരിക്കും പാടിയിട്ടില്ല. അവരോട് പാടാൻ പറഞ്ഞ പാട്ടാണല്ലോ. പാട്ട് പാടിയത് പറയണ കൊച്ചുകുട്ടികളാണോ പോയത്? കല്യാണം ഞാനോ? കല്യാണം ഞാനോ കൊച്ചുകുട്ടികളായിട്ട് പോയത്?
ഫാമിലി ഉണ്ടാവും ചേട്ടാ. ഫാമിലി ആയിട്ടാണ് മൊത്തമായിട്ടാണോ പോയത്? എത്ര ടിക്കറ്റ്സ് ഉണ്ടോ അവിടെ വീട്ടില്? 5 ടിക്കറ്റ്. 2 പ്രാവശ്യം ഒന്ന് ഒറ്റയ്ക്ക് പോയി. ആ വീഡിയോടെ കാണിക്കാനുള്ള പടാണല്ലോ. ഫാമിലി ഇഷ്ടപ്പെടും. ഫാമിലി പിള്ളേരൊക്കെ അതൊക്കെ പറ അങ്ങനെ പറ. അല്ല, മറ്റു കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയായിട്ടുള്ള ഓപ്പൺ ഡിസ്കഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവണം. എടാ ഈ പടം ഒന്ന് തിയേറ്ററിൽ പോയി കാണണ്ട ആദ്യം. എന്നിട്ടാണ് ഞങ്ങൾക്ക് അടുത്ത പടം കിട്ടാൻ. അടുത്ത പടത്തിന്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഷാഫി സാറിന് വേണ്ടിട്ട് ഇല്ല, അതിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നുള്ളൂ. പ്രൊജക്ട് ഒന്നും ആയിട്ടില്ല. പുതിയ താരങ്ങളായിരിക്കും മിക്കത്. ഞാൻ ഇപ്പൊ അടുത്ത പടത്തിലുണ്ടെന്ന് പറഞ്ഞില്ല ഡേറ്റ്. ലൈക്ക് സ്ക്രിപ്റ്റ് ആയിട്ടില്ല, ജസ്റ്റ് ഒരു ഐഡിയ ആയിട്ടുള്ളൂ. ഷൈൻ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവര് ഷൈൻചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവര് ഉറപ്പായിട്ടും പിന്നെ പുള്ളീനെ ഇൻക്ലൂഡ് ചെയ്യും സിനിമ. കാരണം അത്രയും പ്രൊഫഷണൽ ആണ്. സീരിയസ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൈവേദന എടുക്കുമെന്ന് പറഞ്ഞു. പ്രേക്ഷകരോട് പടം കാണണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ പടങ്ങൾ ചെയ്യുന്നു, നല്ല പടമാണെന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി പടം കാണും. തിയേറ്ററിലാണ് പടങ്ങൾ വാച്ച് ചെയ്യുന്നത്. 2 വർഷം കണ്ടു പോയി. അത് പുള്ളി തന്നെ പറഞ്ഞ് ഇന്ന് പടം അവസാനിപ്പിക്കും, പടത്തിന് കൊടുക്കാം. താരാരോ അടിപൊളി പടമാണ്. പ്രേക്ഷകരോട് എല്ലാവരും തിയേറ്ററിൽ തന്നെ ഫാമിലി ആയിട്ട് പോയി കാണണം. നിങ്ങൾ ഫാമിലി ആയിട്ടല്ലേ കണ്ടത്? ഞാൻ ഫാമിലി ആയിട്ടുണ്ട്. ആ കുട്ടികൾക്കൊക്കെ നല്ല റീൽസ് ചെയ്യാൻ പറ്റിയ ആ പാട്ടുണ്ട്, താനാരോ തന്നാരോ. ആ എൻജോയ് ഉണ്ടായി. ഷൈൻചേട്ടൻ പൊളിച്ചുണ്ട്. പിന്നെ ബാംഗ്ലൂർ വെടിയും ആ സംഭവം പിന്നെ മമ്മൂട്ടി പറഞ്ഞ ലീഡർ ഡയലോഗ് അടിച്ചില്ലേ, ഒരു പൊളിറ്റിക്സിന്റെ സംഭവം, അത് പൊളിച്ചത് എങ്ങനെയാ ഷൈൻചേട്ടത്? ശ്വാസം പിടിച്ചിട്ട് ഡയലോഗ് പറഞ്ഞു ചേട്ടൻ. ശ്വാസം പിടിച്ചിട്ട് ശ്വാസം വിടുന്ന സമയത്ത് ശ്വാസം വിടും. അല്ല, മനുഷ്യൻ ജീവിക്കുന്ന ശ്വാസം ഭയങ്കര സെറ്റപ്പായിരുന്നു. പടം കാണാം. എല്ലാവരും പടം കാണാം. ഞാൻ 2 പ്രാവശ്യം കണ്ട വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ ഒറ്റ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ കാണാത്തവര് എന്തായാലും കാണാം. നിങ്ങളുടെ ആദ്യത്തെ അനുഭവമല്ലേ? നല്ല അഭിപ്രായമുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. കോമഡി ചിരിക്കാറുണ്ട്. വെറുതെ ശ്വാസം പിടിച്ചിരിക്കുന്നതല്ല, എൻജോയ് ചെയ്ത് പോവാ പടം കാണാൻ. അല്ല അതിൽ കൂടുതൽ സമാധാനമായിട്ട് പറഞ്ഞു. അപ്പൊ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നല്ല സന്തോഷമായിട്ട് ഇറങ്ങി പോവാം. പിന്നെ നമ്മൾ വേറെ തലങ്ങളിലേക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു സിനിമയായിട്ട് കാണുക, അത് എൻജോയ് ചെയ്യാൻ പോവുക, അത്രേ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിൽ കാണുക. ഇനി ആ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്തു. താങ്ക് യു.